നോക്കു മക്കളെ നോക്കങ്ങോട്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഫാൻസിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ന്യൂ ഇയർ ട്രീറ്റ് തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവരുടെ മടയിൽ പോയിട്ട് 3-0 എന്ന് പറയുന്നൊരു സ്കോറിൽ വിജയിച്ച് ഈ വർഷം അവസാനിക്കുമ്പോഴത്തേക്കും ടോപ്പ് 4 ഇങ്ങനെ നെഞ്ചും വിരിച്ചിരിക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിന് സാധിക്കുന്നു എന്നുള്ളതാണ്. വാട്ട് എ ഗെയിം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആധികാരികമായിട്ടുള്ള വിജയം, അത് മുംബൈ പോലത്തെ നിലവിലെ ISL കപ്പ് വിന്നേഴ്സിനെതിരെ അവരുടെ ഗ്രൗണ്ടിൽ പോയി എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. സോ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നോർത്ത് ഈസ്റ്റ് വെടിപൊട്ടിച്ച് തുടങ്ങുകയാണ്. അതായത് 46th സെക്കൻഡിലാണ് ഫസ്റ്റ് ഗോൾ വരുന്നത്. അത് ഒരു കൗണ്ടർ സിറ്റുവേഷൻ ആയിരുന്നു. ഒരു ലോങ് ബോൾ പാർദീപിന് വേണ്ടി, പാർദീപിൻ്റെ ഉഗ്രൻ ഫസ്റ്റ് ടച്ചും പിന്നെ കൊടുത്ത ഒരു പിൻ പോയിൻ്റ് ആയിട്ടുള്ള ക്രോസുമാണ്. അത് അലാദീൻ അജറായി കൃത്യമായിട്ട് വലയ്ക്കുള്ളിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നുള്ളിടത്താണ് ആ ഒരു ഫസ്റ്റ് 1-0 എന്ന് പറയുന്നൊരു നിലയിലേക്ക് വരുന്നത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റിൻ്റെ അറ്റാക്സും കാര്യങ്ങളും ഉണ്ട്. എനിക്കൊന്ന് കളിയുടെ ഒരു മൊമെൻറ്റ് വരെ മുംബൈ സിറ്റി എഫ് സിക്ക് അവർക്ക് ഫൈനൽ തേർഡിലേക്ക് കൃത്യമായിട്ട് കയറാൻ പോലും കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിരുന്നു. അതിനുശേഷം ഒരു ലീഡ് ഉയർത്താനുള്ള അവസരം നോർത്ത് ഈസ്റ്റിന് കിട്ടിയിരുന്നു. ഒരു ഹാൻഡ് ബോൾ വഴി പെനാൽറ്റി കിട്ടി. പക്ഷേ അലാദീൻ ആ പെനാൽറ്റി മിസ് ചെയ്തു. അത് നരേഷിൻ്റെ നല്ല സേവ് ആയിരുന്നു. പിന്നീട് എനിക്കൊന്ന് റെഡീം തലാങ്ങാന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് ഒരു റീബൗണ്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അതിന് മുന്നേ തന്നെ ക്ലിയർ ചെയ്യപ്പെട്ടു. സോ അങ്ങനെ 1-0 എന്ന നിലയിൽ മുംബൈ സിറ്റി എഫ് സി തിരിച്ചു വരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷകളൊക്കെ നൽകി അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിൽ മുംബൈ സിറ്റി എഫ് സിയുടെ മിഡ്ഫീൽഡ് ഇച്ചിരി ശോകമായിരുന്നു. സോ മിഡ്ഫീൽഡ് എന്താണ് ഒരു ഭയങ്കര ഒരു ക്ലൂലെസ് ആയിട്ടുള്ള പോലെയാണ് തോന്നിയത്. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ മാൽപ്പുവയ്ക്കൊക്കെ ഇപ്പോൾ ആ ഭാഗത്തിൽ കളിച്ചത് അവിടെ ഹർദിക് ഭട്ടാണ്. അപ്പോൾ ആ ഒരു വിങ്ങിൽ നിന്നാണ് 2 ഗോളിനുള്ള, അപ്പം ആദ്യത്തെ ആ ഒരു ഗോൾ വന്നത് ആ പെനാൽറ്റി സിറ്റുവേഷൻ ഹർദിക്കിൻ്റെ കൈ തട്ടിയിട്ടാണ് വന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സോ പിന്നെ രണ്ടാം പകുതി തുടങ്ങിയിട്ട് എനിക്ക് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു പ്രധാന പ്രശ്നം ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, KVFCയുടെ മാച്ചിലും 10 മിനിറ്റോളം ഇതുപോലെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം പോയി. അതുകൊണ്ട് ചിലപ്പം ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ഒക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിൽ ഞാൻ കണ്ട ഒരു ഇൻസിഡൻറ്റ്, പിന്നെ ഒരു ഹാൻഡ് ബോൾ അപ്പീൽ ഉണ്ടായിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ അത് റഫറി അത് കൊടുത്തില്ല. അത് ഒരു ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള പൊസിഷനാണ്. അതൊരു മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. എന്താണെങ്കിലും എനിക്ക് പറഞ്ഞ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പിന്നീട് ഗോളുകൾ വന്നില്ല. സോ അലാദീൻ അജറായി ഒരു പെനാൽറ്റി മിസ്സാക്കിയെങ്കിൽ അദ്ദേഹത്തിന് ഗോൾ അടിക്കാനും അറിയാമെന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലാണ് പിന്നീട് ആ ഒരു ഗോൾ വന്നത്. ആദ്യം ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ഒരു ലെഫ്റ്റിലൂടെ വന്നിട്ടുള്ള ഒരു ഗോളായിരുന്നെങ്കിൽ ഇപ്പുറത്തെ വന്നത് റൈറ്റ് സൈഡിലൂടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗോളാണ്. മക്കാത്തനാണ് ആ ഒരു ബോൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. പിന്നീട് കളി സീൽ ചെയ്യുന്ന തരത്തിലേക്ക് അലാദീൻ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നാൽ അത് മുംബൈ സിറ്റി എഫ് സിയുടെ താരങ്ങളെ കൈത്തട്ടി കാലിൽ തട്ടിയിട്ട് ആദ്യം മക്കാത്തൻ്റെ ഷോട്ട് അടിച്ചിട്ട് അത് വീണ്ടും തിരിച്ചു വന്നു. പിന്നീട് രണ്ടാമത്തെ ചാൻസിലാണ് മക്കാത്തൻ അടിച്ച് 3-0 എന്ന് പറയുന്നൊരു ലെവലിൽ മത്സരം സീൽ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതാണ്. എന്താണ് മുംബൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസപ്പോയിൻറ്റിങ് നൈറ്റാണ്. അവരുടെ ഹോമിൽ ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു തോൽവി. എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്താണെങ്കിലും ഇത്തവണ വലിയ പ്രതീക്ഷകളുള്ള ടീം തന്നെയാണ്. അവരുടെ ആ ടീമിൻ്റെ ഒരു മെൻറ്റാലിറ്റിയും അല്ലെങ്കിൽ ആ ടീമിൻ്റെ കോച്ചും പ്ലേയേഴ്സ് ഇടുന്ന ആ ഒരു എഫേർട്സും പെർഫോമൻസും ഒക്കെ ഉറപ്പായിട്ടും കൊതി വരുന്നത് തന്നെയാണ്. അലാദീൻ അജറാഹി ഇപ്പം 13 ഗോളുകളായി കഴിഞ്ഞു ഇതിനോടകം തന്നെ. ആ ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജേർണി നടത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നു ബത്തലോമിയോ ഒബ്ഗച്ചയുടെ 14 തോന്നുന്നു രണ്ടാമത്തെ ഗോളും കഴിച്ചപ്പോൾ. ബത്തലോമിയോ ഒബ്ഗച്ച ആയിരുന്നു ടോപ്പ് സ്കോറായിട്ട് നിന്നിരുന്നത്. ജോയിൻ ടോപ്പ് സ്കോറർ ആയിരുന്നു തോന്നുന്നു ഒബ്ഗച്ചയും അലാദീനും. അപ്പം അത് മറികടക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. സോ അങ്ങനെ ഈ വർഷത്തെ മത്സരങ്ങളൊക്കെ അവസാനിക്കുന്നു. ഇനിയിപ്പം നാളെ മറ്റന്നാളൊന്നും മത്സരങ്ങളുടെ 2-ാം തീയതിയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ നോർത്ത് ഈസ്റ്റിന് 4-ാം സ്ഥാനത്ത് നിന്ന് ഈ ഒരു വർഷം അവസാനിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിയേഷൻ സനിയാഫ്.